നേതാവിന്റെ വിയോഗം നടന്ന ദിവസമാണ്. ആ നായകനെ ഓർക്കുന്ന ദിവസമാണ്. 16 വർഷങ്ങൾക്ക് മുന്നേ 2009 ഓഗസ്റ്റ് 1 ആ വലിയ നായകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. പകരം വെക്കാനില്ലാത്ത നേതാവ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഒരർത്ഥത്തിലും പകരം വെക്കാൻ മറ്റൊരാൾക്കൊണ്ടും സാധ്യമല്ലാത്ത വിധം എല്ലാ അർത്ഥത്തിലും താൻ ജീവിച്ച കാലഘട്ടത്തിന്റെ സ്നേഹവും ആദരവും ഏറ്റുവാങ്ങിയ ഒരു മഹാനായകൻ അതായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന് പറയുന്നത്. ഞങ്ങൾ ദാർഹുദയിൽ പഠിക്കുന്ന കാലത്ത് ദാർഹുദയിൽ ഉള്ള സമയത്താണ് ആ വഫാത്ത് സംഭവിക്കുന്നത്. അന്നത്തെ രാത്രി പ്രിയപ്പെട്ട KC ഉസ്താദ് പള്ളിയിൽ വന്നിട്ട് ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി പറഞ്ഞു, പാണക്കാട്ട് തങ്ങള് വഫാത്തായിരിക്കുന്നു. പിന്നെ കൂടുതലൊന്നും പറയാൻ കഴിയില്ല. കേട്ടിരിക്കുന്ന വിദ്യാർത്ഥികളായ ഞങ്ങളൊക്കെ അറിയാതെ കരഞ്ഞുപോയി. എന്തുകൊണ്ട്? വ്യക്തിപരമായിട്ട് ചേർത്ത് നിന്നത് കൊണ്ടല്ല, പക്ഷെ ആ നേതാവുമായിട്ട് ഉമ്മത്തിലെ ഓരോരുത്തർക്കും ഉണ്ടായ ഹൃദയബന്ധം അങ്ങനെയാണ്. ആ രാത്രി ഇറങ്ങി നടന്നു, പാണക്കാട് ലക്ഷ്യമാക്കി. റോഡിലെത്തിയപ്പോഴാണ് നാട് മുഴുവനും അന്ന് ലക്ഷ്യമാക്കുന്നത് പാണക്കാടാണെന്ന് അറിഞ്ഞത്. വളരെ കഷ്ടപ്പെട്ടാണ് അന്ന് പാണക്കാട് എത്തിയത്. പാണക്കാട്ടേക്ക് എത്തിയപ്പോഴാണ് മനുഷ്യ മഹാസാഗരം, എല്ലാ ഭാഗത്തും ജനങ്ങളെ മാത്രമാണ്. ആ രാത്രിയിലും ആ നേതാവിന് അവസാനമായിട്ടൊന്ന് കാണാൻ മനുഷ്യര് നാടിന്റെ നാനാ ഭാഗത്ത് നിന്ന് വന്നു. എല്ലാവർക്കും ആ നേതാവിനെ ഒന്ന് കാണണം. വലിയ പ്രഭാഷണങ്ങൾ ഉണ്ടായിട്ടില്ല, ഗിരിഭാഷണങ്ങൾ ഉണ്ടായിട്ടില്ല, വലിയ പ്രഖ്യാപനങ്ങളോ ആക്രോശങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ സൗമ്യ സാന്നിധ്യം എല്ലാവർക്കും മതിയാകുമായിരുന്നു. ഒരു വേദിയിൽ മഹാനായ തങ്ങൾ ഇരിക്കുന്നുവെങ്കിൽ ആരാ നിങ്ങളെ നേതാവ് എന്ന് ഒരാൾ ചോദിക്കുമായിരുന്നില്ല. ആ കറുത്ത തൊപ്പി ഈ സമുദായത്തിന് അലങ്കാരം മാത്രമല്ല, അഭിമാനവുമായിരുന്നു, അഭയമായിരുന്നു പാണക്കാട്ട് തങ്ങള്. പാണക്കാടെന്ന ആ കുടുംബത്തിന്റെ, ആ തറവാടിന്റെ പെരുമ വിശ്വത്തോളം വളർത്തിക്കൊണ്ടുവന്ന, മൗനം കൊണ്ടുപോലും ഒരു സമുദായത്തെ എങ്ങനെ സനാതനമാക്കി കൊണ്ടുപോകാം, എങ്ങനെ അഭയമില്ലാത്ത ആളുകൾക്ക് അഭയമായിട്ട് മാറാമെന്നും ആശ നഷ്ടപ്പെട്ടവരുടെ പ്രതീക്ഷയായിട്ട് മാറാമെന്നും ആ നേതാവ് കാണിച്ചു തന്നു. പറയാൻ ഒരുപാടുണ്ട്. ഓർമ്മകളുടെ ഒരു കടലിരമ്പം പോലെ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് എന്റെ മനോഹരങ്ങളിൽ ഈ നിമിഷം കടന്നു വരുന്നുണ്ട്. പെരുത്തു നൂറ്റാണ്ടിൽ ഇടക്കൊരിക്കലി മരുപ്പറമ്പാം ഉലകത്തിൽ ഈശ്വരൻ ഒരൊറ്റ വൃക്ഷത്തെ നടുന്നു പന്തരായി ഒരുന്നവർ ഉത്തമ വിശ്രമത്തിനായി. പെരുത്തു നൂറ്റാണ്ടിനിടക്ക് അള്ളാഹു ഭൂമിയിൽ വൈകിയ വരുന്നവർക്ക് വിശ്രമത്തിന് വേണ്ടി ഒരു തണൽ വൃക്ഷമൊരുക്കുന്നത് പോലെ ഈ ഉമ്മത്തിന് തണലായി, സാന്ത്വനമായി, ആശ്വാസമായിട്ട് നിലകൊള്ളാൻ അള്ളാഹു ഒരാളെ പറഞ്ഞയച്ചതാണ്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി എന്ന് പറയുന്ന വന്യരായ നേതാവ്, വലിയ ഇൽമുള്ള, അഗാധ ജ്ഞാനം ഉണ്ടായിരുന്ന, ഈജിപ്തിൽ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിലും കൈറോയിലും പോയി ഉന്നത പഠനം നടത്തിയിരുന്ന വലിയ നേതാവ് തിരിച്ചു വന്നിട്ട് ഒരു അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ പ്രകടനപരതയുടെ ഒന്നുമേ ഇല്ലാതെ, എത്രത്തോളം എന്ന് ചോദിച്ചാൽ പാണക്കാട് ഒരിക്കൽ UDFന്റെ ഉന്നതാധികാര യോഗം നടക്കുകയാണ്. വലിയ നേതാക്കളുണ്ട്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രഗത്ഭരായ നേതാക്കൾ മുഴുവനും ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിനിടയിൽ പുറത്തുനിന്ന് ഒരു കരച്ചില്, പ്രായമുള്ള ഒരമ്മയുടെ കരച്ചിലാണ്. തങ്ങൾ പറഞ്ഞു, ഞാനൊന്ന് പുറത്തു നോക്കിയിട്ട് വരാം. മഹാനായ തങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോ വൃദ്ധയായ ഒരു മുസ്ലിം സഹോദരി അവര് കരയുകയാണ്. എന്താണ് അവരുടെ പ്രശ്നമെന്ന് അടുത്തു വിളിച്ചിട്ട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, അവരുടെ പശു പാല് തരുന്നില്ല എന്ന്. പശു പാല് തരുന്നില്ല. ആവലാന്ന് പറയാൻ ആ മുസ്ലിം സഹോദരി നേരെ എങ്ങോട്ടേക്കാണ് വന്നത്? പാണക്കാട്ടേക്കാണ്. പാണക്കാട്ട് തങ്ങള് ഈ വലിയ മീറ്റിംഗിനിടയിൽ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന നേതാക്കന്മാർക്കിടയിൽ നിന്ന് ഇറങ്ങിച്ചെന്നുകൊണ്ട് ആ അമ്മയുടെ കയ്യിലേക്ക് ഒരു നൂല് മന്ത്രിച്ചു കൊടുത്തു. ആ നൂല് നെഞ്ചോട് ചേർത്തിട്ട് ആ അമ്മ തിരിച്ചു പോവുകയാണ്. ആ പശുവിന് പാല് കിട്ടിയിട്ടില്ലെങ്കിൽ, വീട് പണി പൂർത്തിയായിട്ടില്ലെങ്കിൽ, മകളെ കെട്ടിക്കാനായില്ലെങ്കിൽ, ആശയറ്റവരുടെ മുഴുവനും ആശാ കേന്ദ്രമായിട്ട് പാണക്കാട് നിലകൊണ്ടത് അങ്ങനെയാണ്. പള്ളിയുടെ ഓട് അമുസ്ലിം സഹോദരിയുടെ തെങ്ങിൽ നിന്ന് തേങ്ങ വീണ് എപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പരാതി ഉണ്ടായിരുന്നു. ആ നാട്ടുകാരും ആ അമ്മയും പാണക്കാട്ടേക്ക് എത്തി. പാണക്കാട്ടെ തങ്ങൾ പറഞ്ഞു, പള്ളിയുടെ ഓട് മാറ്റിയിട്ട് നിങ്ങൾ വാർപ്പാക്കിയാ പോരെ, പള്ളിയുടെ ഓട് മാറ്റിയിട്ട് വാർപ്പാക്കിയാ പോരെ, ഞാൻ അതിന് സഹായിക്കാം. പക്ഷേ പരാതി പറയാൻ വന്ന അമുസ്ലിമാർ സഹോദരിയായ ആ അമ്മ പറഞ്ഞു, വേണ്ട തങ്ങളെ, ഞാന് എന്റെ തെങ്ങ് മുറിച്ചുകൊള്ളാം,
ഞാൻ എന്റെ തെങ്ങ് മുറിച്ചു കൊള്ളാം. പാണക്കാട്ട് തങ്ങൾ പറഞ്ഞു അത് വേണ്ട. തെങ്ങ് ഫലം തരുന്ന, ഫലം കായ്ക്കുന്ന വൃക്ഷമാണ്. തെങ്ങ് മുറിച്ചു മാറ്റണ്ട, പള്ളിയുടെ ഓട് മാറ്റിക്കോട്ടെ. പാണക്കാട് ഒരു പഞ്ചായത്ത് ഓഫീസില്ല, ഒരു വില്ലേജ് ഓഫീസില്ല. പക്ഷെ പാണക്കാട്ട് ഒരു കോടതി ഉണ്ടായിരുന്നു. കേരളത്തിലെ ഹൈക്കോടതിയിൽ തീരാത്ത പ്രശ്നങ്ങള് ഈ രാജ്യത്തിന്റെ പല ഭാഗത്ത്, ലോകത്തിന്റെ പല ഭാഗത്ത് പ്രശ്നങ്ങളുടെ മാണ്ട വഴിക്കാൻ മാത്രം മനുഷ്യർ കടന്നു ചെല്ലുന്ന ഒരിടമാണ് പാണക്കാട് എന്ന് പറയുന്നത്. തൂവെള്ള വസ്ത്രധാരികളായ, തലയിൽ ഒരു കറുത്ത തൊപ്പിയും വെച്ചുകൊണ്ട് ആ തറവാട് മുറ്റത്ത് ഇളം തലമുറ, പാണക്കാട്ടെ തലമുറ അവിടെ ഇരിക്കുന്നുണ്ട്. മനുഷ്യർ അവിടേക്ക് ചെല്ലുന്നത് വേദനകൾ ഇറക്കി വെക്കാനാണ്, അവരുടെ പരാതികൾ പറയാനാണ്. ആ പരാതികൾക്ക് പരിഹാരമാകുന്ന ഒരു അത്ഭുതത്തിന്റെ കേന്ദ്രം എന്തുകൊണ്ടെന്നാൽ അത് PMS പൂക്കോയ തങ്ങളുടെ ആ